നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 23 വെള്ളിയാഴ്ചയാണ്. അങ്ങനെ ഈ ആഴ്ചയിലെ അവസാനത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ വരികയാണ്. പതിവ് പോലെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. ആദ്യം US മാർക്കറ്റ്. ഇന്നലെ 3 മാർക്കറ്റുകളും നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. അതിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് നാസ്ഡാക്ക് ആയിരുന്നു. ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് വലിയ നഷ്ടമുണ്ടാക്കിയത്. മാത്രമല്ല, ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ് എന്നത് പ്രതീക്ഷ നൽകുന്നു. ഇന്ന് ട്രേഡിംഗ് ലോകം ഉറ്റുനോക്കുന്നത് US ഫെഡ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ച് ഉണ്ട്, അത് തന്നെയാണ്. സെപ്റ്റംബറിലെ റേറ്റ് കട്ടിന്റെ സൂചനകൾ അദ്ദേഹം എത്തരത്തിലാണ് പറയുന്നത് എന്നാണ് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുക. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്ത F&O ട്രേഡിംഗിൽ സെബിയുടെ നിയന്ത്രണങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും എന്ന സൂചനകൾ വരുന്നു. ഈ ഒരു വാർത്തയോട് മാർക്കറ്റ് എത്തരത്തിലായിരിക്കും റിയാക്ട് ചെയ്യുക എന്ന് നമുക്ക് ഇന്നത്തെ ട്രേഡിംഗ് ദിവസം തന്നെ കാണാം. ഏതായാലും ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ്. എല്ലാ വാർത്തകളിലേക്കും നമുക്ക് പോകാം. ആദ്യം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, വീഡിയോ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയവർ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. F&O ട്രേഡിംഗിൽ ചില നിർണായക മാറ്റങ്ങൾ സെബി വരുത്തുന്നു എന്ന വാർത്തകൾ നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. ഈ പുതിയ മാറ്റങ്ങൾ ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. 2024 സെപ്റ്റംബർ അവസാനത്തോടെ ഡെറിവേറ്റീവ് ട്രേഡിംഗുകൾക്കായുള്ള അന്തിമ മാർഗ്ഗനിർദ്ദേശങ്ങൾ സെബി പുറപ്പെടുവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കരട് സർക്കുലറിലെ ആയിരക്കണക്കിന് നിർദ്ദേശങ്ങൾ സെബിക്ക് ലഭിച്ചു കഴിഞ്ഞു. അഭിപ്രായങ്ങളുടെ സമയപരിധി 2024 ഓഗസ്റ്റ് 20 വരെയായിരുന്നു. ഇനി സെബി ചെയ്യുക അടുത്ത 10 ദിവസത്തിനുള്ളിൽ നിർദ്ദേശങ്ങൾ അവലോകനം ചെയ്യും. 2024 ഒക്ടോബർ 1 പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും സെബിയുടെ നിർദ്ദേശങ്ങളിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അന്തിമ മാർഗ്ഗനിർദ്ദേശങ്ങൾ കരട് സർക്കുലറിലെ നിർദ്ദേശങ്ങൾ പോലെ തന്നെ തുടരാനാണ് സാധ്യത. മറ്റൊരു വാർത്ത കൂടി ഇതിൽ പ്രധാനപ്പെട്ടതായി കാണുന്നത് 2024 ഒക്ടോബർ 1 മുതൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗിലെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിൽ വർധനമുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നു. മറ്റ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമ്മൾ മുൻപ് തന്നെ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് പറയാം. മിനിമം കരാർ മൂല്യം 20 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു മാറ്റം, പ്രതിവാര ഓപ്ഷൻ കരാറുകളെ ഒരൊറ്റ ബെഞ്ച് മാർക്കിലേക്ക് പരിമിതപ്പെടുത്തുന്നു. അതായത് ഒറ്റ എക്സ്പയറി മാത്രമായിട്ട് മാറുന്നു. മുൻകൂർ പ്രീമിയം പേയ്മെന്റുകൾ ആവശ്യമാണ്. കൂടാതെ സ്ട്രൈക്ക് പ്രൈസുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യും. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൽ 90% ആളുകളും നഷ്ടത്തിലാണ് എന്നതാണ് സെബി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇത് എത്തരത്തിലായിരിക്കും F&O ട്രേഡിങ്ങിനെ ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മറ്റൊരു വാർത്തയുള്ളത്, ഉപഭോക്തൃ വ്യാവസായിക ആത്മവിശ്വാസം കുറയുന്നതിനാൽ കൺസ്യൂമർ കോൺഫിഡൻസ് കുറയുന്നു എന്ന് RBIയുടെ സർവേ പറയുന്നു. തൊഴിൽ, വില നിലവാരം, വരുമാനം എന്നിവ സംബന്ധിച്ച ഉപഭോക്തൃ ആത്മവിശ്വാസം കുറയുന്നതായി RBIയുടെ ഉപഭോക്തൃ വിശ്വാസ സർവേ സൂചിപ്പിക്കുന്നു. 2023-24 സാമ്പത്തിക സർവേയിൽ സൂചിപ്പിക്കുന്നത് പോലെ ഫിനാൻഷ്യൽ ഇയർ 2025 6.5 മുതൽ 7% വരെ യഥാർത്ഥ GDP വളർച്ച പ്രവചിക്കുന്നത് ഇപ്പോഴും ഉചിതമാണെന്ന് ധനമന്ത്രാലയത്തിന്റെ സാമ്പത്തിക വിദഗ്ധർ വിശ്വസിക്കുന്നു. ഏതായാലും ഈ ഒരു വാർത്ത സംബന്ധിച്ച് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ഗുഡ് സെക്ടർ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓട്ടോമൊബൈൽ സെക്ടർ, അതുപോലെ റിയൽ എസ്റ്റേറ്റ് സെക്ടർ, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ ഇതിനൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള കുറച്ച് സെക്ടറുകൾ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് ഈ സെക്ടറുകളൊന്നും ഇടിയുമെന്നല്ല, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അത് നെഗറ്റീവ് ആവാനുള്ള സാധ്യത മാത്രമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം അദാനി പവർ. 4101 കോടി രൂപയ്ക്ക് ലാംഗോ അമർകാന്ത് പവർ വാങ്ങാൻ അദാനി പവറിന് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിൽ നിന്ന് അനുമതി ലഭിച്ചു. മറ്റൊരു കമ്പനി റെയിൽടെൽ കോർപ്പറേഷനാണ്. കമ്പനിക്ക് 52.7 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. അടുത്തത് നൈക്കയാണ്. നൈക്കയിലെ പ്രീ IPO നിക്ഷേപകനായ ഹരീന്ദർ പാൽ സിംഗ് ബംഗ കമ്പനിയുടെ 1.4% ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട്. 198 രൂപയാണ് ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത്. CNBC TV18 റിപ്പോർട്ട് ചെയ്ത വാർത്തയാണിത്. അടുത്തത് അംബുജ സിമന്റ് ആണ്. പ്രൊമോട്ടർ ഗ്രൂപ്പ് എൻറ്റിറ്റി ഹോൾഡർ ഇൻ ഇൻവെസ്റ്റ്മെന്റ് അംബുജ സിമെന്റിലെ 2.84% ഓഹരി $500 മില്യൺ വിൽക്കാൻ ഒരു ബ്ലോക്ക് ഡീലിലൂടെ സാധ്യതയുണ്ട് എന്ന് വാർത്ത മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 600 രൂപയാണ്. അടുത്തത് ഭാരതി എയർടെലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഭാരതി എയർടെൽ GST ആവശ്യപ്പെട്ട് അപ്പീൽ നൽകിയിരുന്നു. അതോറിറ്റി ഇപ്പോൾ അവർക്ക് നൽകാനുള്ള തുക 194 കോടി രൂപയായി കുറച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, RBL ബാങ്ക്, ആർത്തി ഇൻഡസ്ട്രീസ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, ബിർള സോഫ്റ്റ്, GNFC, ഗ്രാനുൾസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമന്റ്സ്, LIC ഹൗസിംഗ് ഫിനാൻസ്, നാൽക്കോ, പിരാമൽ എന്റർപ്രൈസസ്, സൺ TV നെറ്റ്വർക്ക് തുടങ്ങിയവയാണ്.
ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളും മറ്റ് വാർത്തകളിലൂടെയുമാണ് നമ്മൾ കടന്നുപോയത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ലൈവ് സെഷൻ കുറച്ച് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ ലൈവ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ലൈവ് ഇല്ലാത്ത ദിവസങ്ങളിൽ സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷൻ വ്യൂസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ട്രേഡിംഗ് കൂടുതലായി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ മെസ്സേജ് അയയ്ക്കുക. കാരണം ഞങ്ങളുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. നിഫ്റ്റി ചെറിയ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. സെൻസെക്സ് 130 പോയിന്റ്സും നിഫ്റ്റി 41 പോയിന്റ്സും ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് 300 പോയിന്റ്സും മിഡ് ക്യാപ് ഇൻഡെക്സ് 401 പോയിന്റ്സും ഉയർന്നു. പ്രൈസ് ഹൈക്കിന്റെ വാർത്തകൾ വന്നതോടെ സിമന്റ് സ്റ്റോക്കുകൾ ഇന്നലെ 3% ഉയർന്നു. ബ്രോക്കേജ് അപ്ഗ്രേഡിനെ തുടർന്ന് ഇൻഡിഗോ 4% ഉയർന്നു. TVS പുതിയ ജൂപ്പിറ്റർ സ്കൂട്ടർ ലോഞ്ച് ചെയ്തതോടെ TVS മോട്ടോഴ്സ് 3% ഉയർന്നു. ടൈറ്റൻ തുടർച്ചയായ 7ാമത്തെ ദിവസവും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിൽ വീണ്ടും ഒരു ബൈയിങ് കണ്ടു. നിഫ്റ്റിയിലേക്ക് 24,811 41 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ അപ്സൈഡിലെ പ്രധാനപ്പെട്ട സോണിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഹയർ ലെവലിൽ ഒരു സെല്ലിംഗ് പ്രഷറും കാണാമായിരുന്നു. അപ്സൈഡിൽ നിഫ്റ്റിക്ക് പ്രധാനപ്പെട്ട ഒരു ഹേർഡിൽ തന്നെയാണുള്ളത്. അതായത് 24,850 മുതൽ 24,960 വരെയുള്ള ആ ഒരു സെക്കൻഡ് ബിയറിഷ് ഗ്യാപ് സോൺ ഇനി നിഫ്റ്റി ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ലെവൽ ക്രോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അപ്സൈഡിൽ 25,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവുക. അതിനുശേഷം 25,078 എന്ന ഓൾ ടൈം ഹൈയും പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യതയാണുള്ളത്. ഇനി ഒരുപക്ഷെ നിഫ്റ്റി ഇടിയുകയാണ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ 24,600 മുതൽ 24,650 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാവാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു റെഡ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഏതായാലും നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ്. RSIയും MACDയും പോസിറ്റീവ് ക്രോസ് ഓവറിൽ തന്നെയാണുള്ളത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000 ആണ്. അതിനുശേഷം 25,500ഉം അതിനുശേഷം 24,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 24,500, അതിനുശേഷം 24,700 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,700ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 24,800 സ്ട്രൈക്കിൽ 1,035% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. ഒരു ശക്തമായ ലോങ് ബിൽഡപ്പ് തന്നെയാണത്. എന്നാൽ 289% വർധനവാണ് കോൾ സൈഡിൽ. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് അവിടെ കാണുന്നത്. അടുത്തത് 24,750 സ്ട്രൈക്കിൽ 136% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 37% ഇടിവാണ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കോൾ സൈഡിലുള്ളത്. അടുത്തതായി 24,850 സ്ട്രൈക്കിൽ 692% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ശക്തമായ ലോങ് ബിൽഡപ്പ് തന്നെയാണത്. 397% വർധനവാണ് കോൾ സൈഡിലുള്ളത്. ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 50,985 300 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. മാത്രമല്ല ഇന്നലെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു ബോക്സിനുള്ളിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി എന്ന്. എന്നാൽ അതിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ബാങ്ക് നിഫ്റ്റിക്ക് ലഭിച്ചിരിക്കുന്നു. കൂടാതെ 50-day EMAക്ക് മുകളിലായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇതെല്ലാം പോസിറ്റീവായി തന്നെ കാണാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 51,250 മുതൽ 51,500 വരെയുള്ളത് അപ്സൈഡിലെ ഒരു പ്രധാനപ്പെട്ട ലെവലാവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 50,750 മുതൽ 50,500 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ലെവലാവാനും സാധ്യതയുണ്ട്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം 51,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 52,000 സ്ട്രൈക്കും അതിനുശേഷം 52,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,000 അതിനുശേഷം 49,000, അതിനുശേഷം 50,000. ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 50,000ഉമാണ്. തുടർച്ചയായ 6ാമത്തെ ദിവസവും ഇന്ത്യ വിക്സ് ഇടിഞ്ഞു. ഇന്നലെ 2.49% ഇടിഞ്ഞത്. 13 എന്ന റേഞ്ചിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIs 1,321 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIs ആവട്ടെ 2,971 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. തുടർച്ചയായ ദിവസങ്ങളിലെ സെല്ലിങ്ങിൽ നിന്ന് മാറി ഇപ്പോൾ FIs ചെറുതായി ചില ദിവസങ്ങളിൽ ബൈയിങ്ങിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അത് പോസിറ്റീവായി തന്നെ കാണാം. US മാർക്കറ്റിലേക്ക്
ആഗോള സെൻട്രൽ ബാങ്ക് ഉദ്യോഗസ്ഥർ ജാക്സൺ ഹോൾ എക്കണോമിക് സിംപോസിയം അത് ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്നലെ US മാർക്കറ്റുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. വലിയ നഷ്ടം നേരിട്ടത് നാസ്ഡാക്ക് ആയിരുന്നു. 1.67% ഇടിഞ്ഞു. S&P 500 0.89% ഇടിഞ്ഞത്. ഡൗ ജോൺസ് 0.43% ഇടിഞ്ഞു. ഇന്നലത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ ഇവന്റ് എന്ന് പറയുന്നത് വാർഷിക സാമ്പത്തിക സിംപോസിയത്തിനായി ലോകത്തെമ്പാടുമുള്ള സെൻട്രൽ ബാങ്ക് ഉദ്യോഗസ്ഥർ ജാക്സൺ ഹോളിൽ ഒത്തുകൂടി. ഫെഡറേഷന്റെ പോളിസി ഇളവ് സൈക്കിളിന്റെ സമയത്തെയും വ്യാപ്തിയെയും കുറിച്ച് സൂചിപ്പിക്കുന്നതിനായി നിക്ഷേപകർ വെള്ളിയാഴ്ച പവലിന്റെ സ്പീച്ച് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കും. ഇപ്പോൾ US-ൽ ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും അധികം ഉറ്റുനോക്കുന്നത് സെപ്റ്റംബറിൽ 25 ബേസിസ് പോയിന്റ്സിന്റെ കട്ടായിരിക്കുമോ അതോ 50 ബേസിസ് പോയിന്റ്സിന്റെ കട്ടുണ്ടാകുമോ എന്ന് തന്നെയാണ്. ഇന്നലെ ഫെഡറൽ മിനിറ്റ്സ് സെപ്റ്റംബറിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടായിരിക്കും എന്നതിന്റെ സൂചനകൾ നൽകിയിരുന്നു. ഇന്നത്തെ സ്പീച്ച് എന്തായാലും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്നലെ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയാണ് പുറത്തു വന്നത്. ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയിട്ട് തന്നെയാണ് ഡാറ്റ പുറത്തു വന്നത്. ഈ ആഴ്ച US റിസഷൻ ഫിയർ ഈ ഡാറ്റയ്ക്ക് ശേഷം ഇല്ലാതെയായി. സെപ്റ്റംബറിൽ 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് ഉണ്ടാകും എന്ന സൂചനകളും ഈ ഡാറ്റ നൽകി. ഇനി ഇന്നലെ S&P 500 സെക്ടറുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ടെക്നോളജി സെക്ടർ തന്നെയാണ് വലിയ നഷ്ടമുണ്ടാക്കിയത്. റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകൾ ഇന്നലെ നേട്ടമുണ്ടാക്കി. കൂടാതെ ഡോളർ ഇൻഡെക്സ് 101.47 എന്ന നിലയിലാണ്. ഇന്നലെ വലിയൊരു ഇടിവിലേക്ക് പോയിരുന്നു. അതിനുശേഷം ഒരു റിക്കവറിയും ഡോളർ ഇൻഡെക്സിൽ കാണാൻ സാധിച്ചു. 0.35% ഉയർന്നത്. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകളിൽ 1.37% ഉയർച്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. 3.86 ഇപ്പോൾ 10-year ബോണ്ട് ഈൽഡുകൾ ഉള്ളത്. അടുത്തതായി US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ഇൻഫോസിസ് 1%, വിപ്രോ 2% ഇടിഞ്ഞു. ICICI ബാങ്ക് 0.85% നേട്ടമുണ്ടാക്കിയപ്പോൾ HDFC ബാങ്ക് 0.74% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 2% ഇടിഞ്ഞത്. റിലയൻസ് ഇൻഡസ്ട്രീസ് 0.32% ഉയരുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.18% നേട്ടത്തിലും S&P 500 0.28% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തത്. UK മാർക്കറ്റ് FTSEയും ജർമ്മൻ മാർക്കറ്റ് ഡാക്സും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് CAC നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ സ്റ്റോക്ക് 600 0.35% ഇടിഞ്ഞു. റീറ്റെയിൽ സ്റ്റോക്കുകൾ 1.27% നേട്ടമുണ്ടാക്കിയപ്പോൾ മൈനിങ് സ്റ്റോക്കുകൾ 1.07% ഇടിയുകയാണ് ഉണ്ടായത്. ഇന്നലെ യൂറോസോണിൽ നിന്നും PMI ഡാറ്റയാണ് പുറത്തു വന്നത്. PMI ഡാറ്റ സൂചിപ്പിക്കുന്നത് മാസത്തിൽ ബിസിനസ് പ്രവർത്തനം വർദ്ധിച്ചു. അതേസമയം വേതന വളർച്ച മന്ദഗതിയിലായി എന്നും കാണിക്കുന്നു. ഇത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് സെപ്റ്റംബറിൽ ഒരു നിരക്ക് കുറയ്ക്കുന്നത് പരിഗണിക്കുന്നതിലേക്ക് നയിച്ചേക്കാം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും CAC FTSE എന്നിവ 0.10% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ഇപ്പോൾ റെഡിൽ തന്നെയാണ്. ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,837 എന്ന നിലയിലാണ്. 22 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നമുക്ക് നിഫ്റ്റിയിൽ 5 മുതൽ 10 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അതായത് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 0.12% ഇടിവിൽ. തായ്വാൻ മാർക്കറ്റ് 0.68% ഇടിവിൽ. ഹോങ്കോങ് മാർക്കറ്റ് 0.68% തന്നെ ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ 2%-അടുത്താണ് ഓയിൽ പ്രൈസുകൾ ഉയർന്നത്. എന്നാൽ മറ്റൊരു കാര്യമുള്ളത് 2024 ക്രൂഡ് ഓയിൽ ഉണ്ടാക്കിയ എല്ലാ നേട്ടങ്ങളും ഇതോടെ ഇല്ലാതെയായി. ഏപ്രിലിലെ ഹൈയിൽ നിന്ന് ഏകദേശം 14 മുതൽ 15% ക്രൂഡ് ഓയിൽ ഇടിഞ്ഞത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് $77.31 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.25% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $73.11 പെർ ബാരൽ എന്ന നിലയിൽ 0.14% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. വ്യൂസ് എല്ലാം നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.